ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 3 കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് എന്ന ഈ ചാപ്റ്ററിലെ ലെറ്റസ് അസസ് സെക്ഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ക്വസ്റ്റ്യൻ 1. ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഹൈഡ്രജൻ. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്നാൽ എലമെൻറ്റിൻ്റെ സിമ്പിൾ മാത്രം എഴുതി അതിന് ചുറ്റും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ സിമ്പിളിന് ചുറ്റും റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? 1. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അപ്പോൾ 1 തന്നെയാണ്. ഒരേ ഒരു ഷെല്ല് ഒരേ ഒരു ഇലക്ട്രോൺ. അപ്പോൾ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഹൈഡ്രജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലും ഒരു ഷെല്ലും ആകെ ഒരേ ഒരു ഷെല്ലുള്ളൂ, അത് തന്നെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ആ ഒരു ഇലക്ട്രോൺ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും ഹൈഡ്രജൻ. നെക്സ്റ്റ് ഹീലിയം ആറ്റമിക് നമ്പർ 2. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇന്നർ ഷെല്ലിൽ 2n² റൂൾ അനുസരിച്ച് ഫില്ല് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2, അതായത് ആ ഫസ്റ്റ് ഷെല്ല് തന്നെയാണ് ഹീലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ ഹീലിയത്തിൻ്റെ He സിമ്പൽ അതിന് അടുത്ത് 2 ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്തു. ലിഥിയം ആറ്റമിക് നമ്പർ 3 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 1. ഇന്നർ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ മാത്രം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലിഥിയം 1 തന്നെ ഉള്ളൂ. Li ആ സിമ്പൽ കാണിക്കും ഇത് ലിഥിയമാണ്. ലിഥിയത്തിന് എത്ര ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ട്? ഈ ഒരേ ഒരു ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ കാണിച്ചു. നെക്സ്റ്റ് ബെറിലിയം ആറ്റമിക് നമ്പർ 4 ആണ്. 2 4 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ആണ്. അപ്പോൾ ബിക്ക് 2 ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്തു, 2 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ. നെക്സ്റ്റ് ഫ്ലൂറിൻ ഫ്ലൂറിൻ ആറ്റമിക് നമ്പർ 9 ആണ്. 2 7 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പോൾ എഫ് ആണ് അതിൻ്റെ സിമ്പൽ. എഫിന് ചുറ്റും 7 ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ 2. ഇല്ലുസ്ട്രേറ്റ് ദ ഫോർമേഷൻ ഓഫ് കെമിക്കൽ ബോണ്ട് ഇൻ ക്ലോറിൻ മോളിക്യൂൾ യൂസിങ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ക്ലോറിൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ ബോണ്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് ക്ലോറിൻ്റെ ആറ്റമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 287 ആണ്. ഈ 17 ഇലക്ട്രോൺ ഇത് 287 ഈ ഫോമിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7. ക്ലോറിൻ ഒരു ആറ്റം ആയിരിക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 7 ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ ക്ലോറിൻ ആറ്റമായി നിൽക്കുമ്പോൾ അത് സ്റ്റേബിൾ അല്ല. സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി ക്ലോറിൻ വേറൊരു ക്ലോറിൻ ആറ്റമായി ചേർന്ന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ബോണ്ടിങ്ങിലാണ് ഏർപ്പെടുന്നത്. ഇതാണ് ക്ലോറിൻ സിംഗിൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ആറ്റമിക് നമ്പർ 17 7 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഒരു ഇലക്ട്രോൺ കൂടെ വന്നാൽ മാത്രമാണ് ക്ലോറിന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റുള്ളൂ. 8 നിന്നും ഒരെണ്ണം കുറവാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ക്ലോറിൻ മോളിക്യൂൾ ആകുമ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് അടുത്തടുത്ത് വന്നിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ 2 പേർക്കും ഇടയിൽ ഷെയർ ചെയ്യും. അതായത് ഇതൊരു ക്ലോറിൻ ആറ്റം, ഇത് വേറൊരു ക്ലോറിൻ ആറ്റം. രണ്ടിലെയും ഓരോ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇലക്ട്രോൺ ഇങ്ങനെ ഒരു ബോണ്ടിങ്ങിൽ ഏർപ്പെടും. അതായത് ആ ഇലക്ട്രോൺ 2 ആറ്റത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഈ 7 ഇലക്ട്രോൺ Cl വരച്ചു, 7 ഇലക്ട്രോൺ വരച്ചു. രണ്ടാമത്തെ ക്ലോറിൻ 7 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരച്ചു. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്നത് Cl2 മോളിക്യൂളായി ഫോം ചെയ്യുമ്പോൾ ആദ്യത്തെ ക്ലോറിൻ ആറ്റത്തിലുള്ള 7 പിന്നെ ഈ രണ്ടാമത്തെ ക്ലോറിന് ഷെയർ ചെയ്ത ഈ ഇലക്ട്രോണും നമ്മളിവിടെ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ക്ലോറിൻ ആറ്റത്തിന് 7 + 1 8 ആയി. സെക്കൻഡ് നോക്കുവാണെങ്കിൽ 7 + 1 8 ആയി. അങ്ങനെയാണ് ഓരോ ക്ലോറിൻ ആറ്റവും ഒക്ടറ്റ് സ്റ്റേജിലേക്ക് മാറി Cl2 മോളിക്യൂൾ ആയി മാറുന്നത്. ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ക്ലോറിനുള്ളത് സിംഗിൾ കോവാലൻ്റ് ബോണ്ടാണ്. റിസൾട്ടിങ് Cl2 മോളിക്യൂൾ നല്ല സ്റ്റേബിൾ ആയിരിക്കും, കാരണം ഓരോ ക്ലോറിൻ ആറ്റത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് Cl നിന്ന് Cl2 ആയിട്ട് മാറുന്നത്. ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം.
ക്വസ്റ്റ്യൻ റെപ്രസെൻറ്റ് ദ കോവലന്റ് ബോണ്ട് ഇൻ ക്ലോറിൻ മോളിക്യൂൾ യൂസിങ് സിമ്പിൾ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു ക്ലോറിൻ്റെ സ്ട്രക്ചറും ഒരു 2 ക്ലോറിൻ ആറ്റവും കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ കോവലന്റ് ബോണ്ട് ഫോം ചെയ്ത് ഒരു Cl2 മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ക്ലോറിൻ മോളിക്യൂളിനെ എങ്ങനെയാണ് സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യണേ. നമുക്കറിയാം, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, 2 ക്ലോറിൻ ഒരു സിംഗിൾ കോവലന്റ് ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ അതിന് എഴുതുന്നത് Cl-Cl, 2 ക്ലോറിൻ ആറ്റം ഒരു സിംഗിൾ കോവലന്റ് ബോണ്ട്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Cl-Cl എന്നാണ്. ക്വസ്റ്റ്യൻ റെപ്രസെൻറ്റ് ദ ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ട് ഇൻ ദ അയോണിക് കോമ്പൗണ്ട് സോഡിയം ഫ്ലൂറൈഡ്. സോഡിയം ഫ്ലൂറൈഡ് എന്ന അയോണിക് കോമ്പൗണ്ടിലെ അയോണിക് ബോണ്ട് ഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യണം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രവും ഓർബിറ്റ് മോഡലും ഉപയോഗിച്ചിട്ട്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് NaF, സോഡിയവും ഫ്ലൂറിനുമാണ് അതിലെ എലമെൻറ്റ്സ്. നമുക്ക് സോഡിയത്തിൻ്റെയും ഫ്ലൂറിൻ്റെയും സ്ട്രക്ചർ നോക്കൂ. സോഡിയം ആറ്റമിക് നമ്പർ 11 ആണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281. ഫ്ലൂറിൻ ആറ്റമിക് നമ്പർ 9 ആണ്, അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 27. ഈ 9 ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്താൽ 27. ഓക്കെ, ഇനി ഈ 2 കോമ്പൗണ്ടും കൂടി റിയാക്ട് ചെയ്ത് NaF ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതിന് ആൻസർ എഴുതാം. സോഡിയം ആറ്റമിക് നമ്പർ 11 ആണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോഡിയത്തിന് ഇത് ഒക്ടേറ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ 7 ഇലക്ട്രോൺ കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോൺ കളഞ്ഞു പോകണം. അപ്പോൾ എളുപ്പത്തിൽ പറ്റുന്നത് സോഡിയത്തിന് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ പെട്ടെന്ന് ഒക്ടേറ്റ് സ്റ്റേജിലേക്ക് ആകാനുള്ള ആ ടെൻഡൻസിയാണ് സോഡിയത്തിനുള്ളത്. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് Na+ ചാർജായി 28 എന്നുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷനിലേക്ക് മാറി, അതായത് സോഡിയം അയോണായി മാറി. ഇനി ഫ്ലൂറിൻ എങ്ങനെയാണ്? ഫ്ലൂറിൻ്റെ കോൺഫിഗറേഷൻ 27 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. ഇതിന് ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായത് ഒരു ഇലക്ട്രോൺ കൂടിയേ ഉള്ളൂ. ഇതിന് 7 ഇലക്ട്രോൺ കളഞ്ഞിട്ട് ഒരു ഡ്യൂപ്ലെറ്റ് സ്റ്റേജിലേക്കുള്ള സ്റ്റെബിലിറ്റിക്ക് ശ്രമിക്കുന്നതിലും എളുപ്പം ഒരു ഇലക്ട്രോൺ കിട്ടി 28 എന്നുള്ള ആ കോൺഫിഗറേഷനിലേക്ക് മാറുന്നതാണ് എനിക്ക് ഫ്ലൂറിന് താല്പര്യം ഉണ്ടാവുക. സോ ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് F- എന്നുള്ള അയോൺ ഫോം ചെയ്ത്, അതായത് 27 എന്നുള്ളത് 28 F- അയോൺ ആയിട്ട് മാറും. അങ്ങനെ Na+ഉം F- ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സ്റ്റേബിൾ അയോൺസായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ NaF എന്നുള്ള അയോണിക് കോമ്പൗണ്ടായി മാറുന്നത്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സോഡിയം വരക്കണം, ഫ്ലോറിൻ വരക്കണം. സോഡിയം Na, ഫ്ലോറിൻ F. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രം വരച്ചാൽ മതി. ഇവിടെ Na1. ഫ്ലോറിന് 7 ആണ്, അപ്പോൾ Fന് ചുറ്റും 7. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയത്തിലെ ഒരു ഇലക്ട്രോൺ ഫ്ലോറിനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്ന് കുറയുമ്പോൾ Na ഒരു പ്ലസ് ചാർജ് കിട്ടും, സോഡിയം അയോൺ ആകും Na+. ഫ്ലോറിൻ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിയുമ്പോൾ F- എന്നുള്ള F- ഫ്ലോറൈഡ് അയോൺ ആകും. ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം മുഖേന ഈ NaFൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളോട് ഓർബിറ്റ് മോഡൽ ഉപയോഗിച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഡിയവും ഫ്ലൂറിനും കംപ്ലീറ്റ് ആറ്റമിക് സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യണം. എല്ലാ ഷെല്ലിലെ ഇലക്ട്രോൺസ് 281, 27 ഫ്ലൂറിൻ 27 റെപ്രസെൻറ്റ് ചെയ്തു. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ, സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ഫ്ലൂറിനിലേക്ക് പോകും. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ രണ്ട് ഷെല്ല് മാത്രമായി മാറും. അതായത് Na+ അയോണായി 28 എന്നുള്ള ഈ ഫോമിലേക്ക് മാറി. സോഡിയം ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 7ന് പകരം 8 ഇലക്ട്രോണായി. അങ്ങനെയാണ് ഈ സോഡിയം ഫ്ലൂറൈഡ് എന്നുള്ള ഈ അയോണിക് കോമ്പൗണ്ടിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ക്വസ്റ്റ്യൻ 4ൻ്റെ കണ്ടിന്യൂഷനാണ്. ദ സെയിം വേയിൽ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓർബിറ്റ് മോഡലും വെച്ചിട്ട് വേറൊരു അയോണിക് കോമ്പൗണ്ട് Na2O-ൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Na2O എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് സോഡിയവും ഓക്സിജൻ. സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281 നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ 8 ആണ്. സോ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 26. ഇനി ഇവിടെ അയോൺ ഫോർമേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് Na+ അയോണായി മാറും. ഓക്സിജൻ്റെ 6 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്സിജന് വേണ്ടത് 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഓക്സിജന്
ഒരു NA ആയിട്ട് മാത്രം റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സോഡിയത്തിന് ഒരു ഇലക്ട്രോണേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 2 സോഡിയം വേണം. 2 സോഡിയവും ഓരോ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ ഓക്സിജൻ്റെ ഒക്ടറ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ റിയാക്ഷനാണ് ഈ Na2O നടക്കുന്നത്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. സോഡിയം ഒരു ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്തു. 2 സോഡിയം ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6. ഇത് കമ്പൈൻ ചെയ്യുമ്പോഴേക്കും സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ഓക്സിജന് കൊടുക്കും. ഈ സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ഓക്സിജന് കൊടുത്തു. അപ്പോൾ സോഡിയം ഈ 2 സോഡിയവും Na+ ആയി. ഈ 2 ഇലക്ട്രോണും സ്വീകരിച്ച ഓക്സിജൻ 2- O2- ആയി. ഈ 2 അയോൺസിൻ്റെയും ഓപ്പോസിറ്റ്ലി ചാർജ് പാർട്ടിക്കിൾസ് അയോൺസിൻ്റെയും അട്രാക്ഷൻ വഴിയിട്ടാണ് അയോണിക് ബോണ്ട് ഈ Na2Oയിൽ ഫോം ചെയ്യുന്നത്. ഇനി ഓർബിറ്റ് മോഡൽ ഉപയോഗിച്ചിട്ട് സെയിം തിങ്. സോഡിയം എല്ലാ ഷെല്ലിലെയും ഇലക്ട്രോൺസ് റെപ്രസെൻറ്റ് ചെയ്തു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഓക്സിജൻ കൊടുത്തു. ഈ സോഡിയവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഓക്സിജൻ കൊടുത്തു. അങ്ങനെ സോഡിയം Na+ ആയി. ഈ 2 സോഡിയവും Na+ ആയി. ഓക്സിജൻ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് O2- ആയി. ഇതാണ് ഓർബിറ്റ് മോഡൽ. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. 4th ക്വസ്റ്റ്യൻ്റെ അടുത്ത കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യനാണ്. മെഗ്നീഷ്യം ഫ്ലൂറൈഡിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അയോണിക് ബോണ്ടിൻ്റെ MgF2. മെഗ്നീഷ്യവും ഫ്ലൂറിനുമാണ് ഇവിടെ എലമെൻറ്റ്സ് ആയിട്ടുള്ളത്. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റമിക് നമ്പർ 12 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 282. ഇനി ഫ്ലൂറിൻ നമ്മൾ ഓൾറെഡി കണ്ടു. ഫ്ലൂറിൻ 9 ആണ് ആറ്റമിക് നമ്പർ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 27. ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്? മെഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. മെഗ്നീഷ്യത്തിൻ്റെ ഒക്ടേറ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ഫ്ലൂറിൻ ആണെങ്കിൽ 1 ഇലക്ട്രോൺ കിട്ടിയാൽ ഫ്ലൂറിൻ്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയാവുമ്പോൾ ഈ ഫ്ലൂറിനും മെഗ്നീഷ്യനും തമ്മിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുക? ആൻസർ: മെഗ്നീഷ്യം കോൺഫിഗറേഷൻ ഈസ് 282. 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും മെഗ്നീഷ്യത്തിന്. 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് Mg2+ അയോണായിട്ടാണ് മെഗ്നീഷ്യം മാറുന്നത്. ഇനി ഫ്ലൂറിൻ്റെ 1 ഇലക്ട്രോൺ കിട്ടിയാൽ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 1 Mg ഒരു മെഗ്നീഷ്യം ആറ്റം 2 ഇലക്ട്രോൺ കൊടുക്കും. പക്ഷേ ഫ്ലൂറിന് 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമുള്ളൂ, റൈറ്റ്? അപ്പോൾ മെഗ്നീഷ്യം കൊടുക്കുന്ന 2 ഇലക്ട്രോൺ സ്വീകരിക്കാനായിട്ട് 1 ഫ്ലൂറിൻ പോരാ, 2 ഫ്ലൂറിൻ വേണം. അങ്ങനെയാണ് MgF2 എന്നുള്ള നിലയിലേക്ക് ഈ അയോണിക് ബോണ്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ Mg2+ അയോണായി മാറി. ഒരു ഇലക്ട്രോൺ എടുക്കുമ്പോൾ ഒരു F- ആകും. അങ്ങനെ 2 ഫ്ലൂറിൻ ആറ്റംസ് ഫ്ലൂറിൻ അയോൺസ് ആയിട്ട് മാറുമ്പോൾ 2F- അയോൺസ് ആയിട്ട് ആ 2F- അയോണാണ് ഒരു Mg2+ അയോണായിട്ട് റിയാക്ട് ചെയ്ത് ഈ MgF2 എന്നുള്ള ഈ അയോണിക് കോമ്പൗണ്ടായിട്ട് മാറുന്നത്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ഇലക്ട്രോൺ ഓർബിറ്റ് മോഡൽ അനുസരിച്ച് വരക്കുകയാണെങ്കിൽ മെഗ്നീഷ്യം 282 റെപ്രസെൻറ്റ് ചെയ്തു. ഇതിന് മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ കൊടുക്കുന്നത് സ്വീകരിക്കാൻ 1 ഇലക്ട്രോൺ മാത്രമേ 1 ഫ്ലൂറിന് എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ഫ്ലൂറിൻ അടുത്ത ഇലക്ട്രോൺ എടുത്തു. അപ്പോൾ ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 2 ഇലക്ട്രോൺസും പോയി C2 ഷെല്ലിലേക്ക് ചുരുങ്ങി Mg2+ ആയി മാറി. ഫ്ലൂറിൻ ഓരോ ഇലക്ട്രോൺ കൂടി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇത് ഒരു MgF2 എന്നുള്ള സ്റ്റേബിൾ അയോണിക് കോമ്പൗണ്ടായി മാറി. 4th ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സബ്സെക്ഷൻ തന്നിരിക്കുന്ന അയോണിക് കോമ്പൗണ്ട് കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡിൻ്റെയാണ് അയോണിക് ബോണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാൽഷ്യം ഓക്സൈഡ് അതിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കാൽഷ്യവും ഓക്സിജനും. കാൽഷ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും ഡീറ്റെയിൽസ് നോക്കൂ. കാൽഷ്യം ആറ്റമിക് നമ്പർ 20 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കാൽഷ്യത്തിൻ്റെത് 2882. ഇത് നമ്മുടെ നോർമൽ 2n² റൂളിൽ നിന്ന് കുറച്ച് ഡീവിയേഷനാണ്. അതിൻ്റെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് 288 കഴിഞ്ഞിട്ട്
അടുത്ത് വരുന്ന ഇലക്ട്രോൺ എന്തുകൊണ്ട് ഇവിടെ 9 ആയില്ല? ഈ തേർഡ് ഷെല്ലിൽ 18 വരെ പോകാമായിരുന്നുവല്ലോ. ഈ 8 കഴിഞ്ഞിട്ട് പിന്നെ എന്തേ അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോൺ കൊടുത്തത്? 9 എന്തേ ആകാതിരുന്നത്? അതിനുള്ള ഉത്തരം 8 ആകുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒക്ടറ്റ് കംപ്ലീറ്റ് സ്റ്റേജിലായി. ഇനി ഒരു 9th ഇലക്ട്രോൺ ഈ ഷെല്ലിൽ തന്നെ ആഡ് ചെയ്താൽ കാൽഷ്യത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കുറച്ച് കുറവാണ് സംഭവിക്കുക. ആ സ്റ്റെബിലിറ്റി കുറവ് മാറ്റാൻ വേണ്ടിയിട്ട് ആറ്റംസ് ചെയ്യുന്ന ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്ന ഇലക്ട്രോൺ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആ ഷെല്ലിൽ തന്നെ എടുക്കാതെ അടുത്ത ഷെല്ലിലേക്ക് കൊടുത്തു. അങ്ങനെ 9th ഇവിടെ വന്നു, അടുത്തത് വന്നപ്പോൾ 10th വന്നപ്പോഴും അതും ഇവിടെ വന്നു. അങ്ങനെയാണ് ടോട്ടൽ 20 ഇലക്ട്രോൺസ് കാൽഷ്യത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വറി ചെയ്യേണ്ട കാര്യമില്ല, ഡീറ്റെയിൽസ് 10th പഠിക്കും. ഇപ്പോൾ മനസ്സിലാക്കുക, കാൽഷ്യം ആറ്റമിക് നമ്പർ 20, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2882. നെക്സ്റ്റ് ഓക്സിജൻ ആറ്റമിക് നമ്പർ 8, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 26. ഇനി ഇവിടെ ഇലക്ട്രോൺ എങ്ങനെയാണ് ട്രാൻസ്ഫർ നടക്കുക? കാൽഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. സ്റ്റെബിലിറ്റി കൈവരിക്കാൻ ഒക്ടറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനാണ് കാൽഷ്യത്തിൻ്റെ ടെൻഡൻസി. അപ്പോൾ കാൽഷ്യം 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് Ca2+ അയോൺസ് ആയിട്ടാണ് മാറുന്നത്. ഇനി ഓക്സിജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. 2 ഇലക്ട്രോൺ കിട്ടിയാലാണ് ഓക്സിജൻ്റെ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടാണ് ഓക്സിജൻ 2- അയോൺസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയ Ca2+ അയോൺസും O2- അയോൺസും കമ്പൈൻ ചെയ്തിട്ടാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്ത് ഈ CaO കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. കാൽഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോൺസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഒരു കാൽഷ്യം, ദെൻ ഒരു ഓക്സിജൻ, അതിന് 6 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ. കാൽഷ്യത്തിലെ 2 ഇലക്ട്രോണും ഈ ഓക്സിജന് കൊടുക്കും. 2 ഇലക്ട്രോൺ ഒരു ഓക്സിജന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാൽഷ്യം ഒരു ഓക്സിജനും മതി റിയാക്ഷനിൽ ഏർപ്പെടാൻ. അങ്ങനെ കാൽഷ്യം Ca2+ ആയി, O2- ആയി. ഇനി ഓർബിറ്റ് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ 2882 കംപ്ലീറ്റ് ഇലക്ട്രോൺസ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്സിജൻ 26 കംപ്ലീറ്റ് റെപ്രസെൻറ്റ് ചെയ്തു. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 2 ഇലക്ട്രോൺ പോയി, ഓൺലി 3 ഷെല്ലിലേക്ക് കുറഞ്ഞു. അതായത് Ca2+ ഫോമിലേക്ക് കാൽഷ്യം മാറി. ഓക്സിജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 6ന് പകരം 8 ഇലക്ട്രോൺ കംപ്ലീറ്റും ചെയ്തു. ഇതാണ് ഓർബിറ്റ് മോഡൽ റെപ്രസെൻറ്റേഷൻ ഓഫ് CaO. Question 5. Assume that calcium and fluorine combine together. കാൽഷ്യവും ഫ്ലൂറിനും തമ്മിലുള്ള റിയാക്ഷനാണ്. അതിൻ്റെ ബേസിൽ ഈ ടേബിൾ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാൽഷ്യം ആറ്റമിക് നമ്പർ 20 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2882. 18 ഇലക്ട്രോൺ വരെയുള്ള ഫില്ലിങ് കൺഫ്യൂഷനൊന്നുമില്ല, 2n² റൂൾ വരെ ആയിട്ട് പോയി. ഇനി 19th ഇലക്ട്രോൺ വരുമ്പോഴേക്കും 288, ഇവിടെ ഇപ്പോൾ 18 ആയി. അടുത്ത വരുന്ന ഇലക്ട്രോൺ ഇത് ഈ ഷെല്ലിൽ അടുത്ത ഒരു ഇലക്ട്രോണും 18 വരെ പോകാം. പക്ഷേ ഒക്ടറ്റ് സ്റ്റേജ് ആയി കഴിഞ്ഞ ഈ സ്റ്റേജിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇതിനെ 8 ആയി തന്നെ നിർത്തി ഔട്ടർ ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ കൊടുക്കുകയാണ് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അത് ആറ്റംസ് അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു റീ അറേഞ്ച്മെൻ്റ് ആണ്. അങ്ങനെ 19th ഇലക്ട്രോണും അടുത്ത ഷെല്ലിൽ പോയി. 20th ഇലക്ട്രോൺ, കാൽഷ്യത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ 20th ഇലക്ട്രോണും അടുത്ത ഷെല്ലിൽ പോയി. അങ്ങനെ 2882 ആണ് കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് 10th സ്റ്റാൻഡേർഡിൽ കവർ ചെയ്യുന്നതാണ്. ഇനി ഇത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിസീവ്ഡ് ഓർ ഡൊണേറ്റഡ്. കാൽഷ്യം റിസീവ് ചെയ്യുകയാണോ ഡൊണേറ്റ് ചെയ്യുകയാണോ? കാൽഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. കൂടുതൽ ടെൻഡൻസി ഇത് ഡൊണേറ്റ് ചെയ്ത് ഒക്ടറ്റ് സ്റ്റേജിലേക്ക് ആകുന്നതാണ്. അപ്പോൾ കാൽഷ്യം ഡൊണേറ്റ്സ് 2 ഇലക്ട്രോൺസ്. സിമിലർലി ഫ്ലൂറിൻ ആറ്റമിക് നമ്പർ 9 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 27. ഇവിടെ 2n² റൂൾ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി, കൺഫ്യൂഷനൊന്നുമില്ല. 27 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇവിടെ ഫ്ലൂറിൻ്റെ ടെൻഡൻസി എന്താണ്? ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ട് ഒക്ടറ്റ് സ്റ്റേജിലേക്ക് ആവുക, അതാണ് ഫ്ലൂറിൻ്റെ ടെൻഡൻസി. ഇനി കാൽഷ്യവും ഫ്ലൂറിനും റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യത്തിന് 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫ്ലൂറിന് 1 ഇലക്ട്രോൺ മാത്രം എടുക്കാനും പറ്റും. അതാണ് കാൽഷ്യവും ഫ്ലൂറിനും തമ്മിലുള്ള കെമിസ്ട്രി. ഇനി വെൻ കാൽഷ്യം ആൻഡ് ഫ്ലൂറിൻ കമ്പൈൻ, കാൽഷ്യം 2882 ആണ് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് Ca2+ അയോൺസ് ആകും. ഒരു ഫ്ലൂറിൻ ആറ്റം 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് F- അയോൺ ആകും.
ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് കാൽഷ്യം ഫ്ലൂറൈഡ്. കാൽഷ്യവും ഫ്ലൂറിനും കമ്പൈൻ ചെയ്തുള്ള കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ കാൽഷ്യത്തിൻ്റെയും ഫ്ലൂറിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഇനി കാൽഷ്യം ഫ്ലൂറൈഡ്, അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ എഴുതണം. കാൽഷ്യവും എഫും, CAയും എഫും ആണ് അതിനകത്തെ കോമ്പൗണ്ടിൻ്റെ എലമെൻറ്റ്സ്, ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് മനസ്സിലായി. ഇനി എങ്ങനെ അത് എഴുതുന്നതെന്ന് വെച്ചാൽ ആദ്യം നോക്കേണ്ടത് ഓരോ എലമെൻറ്റ്സിൻ്റെ വാലൻസിയാണ്. കാൽഷ്യം 2882 എന്ന് പറയുമ്പോൾ കാൽഷ്യത്തിൻ്റെ വാലൻസി പറയും 2 ആണെന്ന്. കാരണം കാൽഷ്യം റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടാണ് റിയാക്ഷൻസിൽ ഏർപ്പെടുന്നത്. റിയാക്ഷൻസിൽ ഏർപ്പെടുന്ന ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ആക്സെപ്റ്റഡ്, ഡൊണേറ്റഡ് ഓർ ഷെയർഡ്, ഈ മൂന്നും എത്ര ഇലക്ട്രോൺ ആണ് ഒരു എലമെൻറ്റിൻ്റെ റിയാക്ഷൻസിൽ നടത്തുമ്പോൾ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് അതിൻ്റെ വാലൻസി. ഇവിടെ കാൽഷ്യം 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കാൽഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്. ഫ്ലൂറിൻ 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഫ്ലൂറിൻ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ എത്രയാണ് ആക്സെപ്റ്റ് ചെയ്ത? ഫ്ലൂറിൻ്റെ കേസിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആണ്? 1. അപ്പോൾ ഫ്ലൂറിൻ്റെ വാലൻസി എത്രയാണ്? 1. കാൽഷ്യത്തിൻ്റെ വാലൻസി 2, ഫ്ലൂറിൻ്റെ വാലൻസി 1. ഇനി നമ്മൾ കാൽഷ്യം ഫ്ലൂറൈഡ് എഴുതുമ്പോൾ ആദ്യം CAയും എഴുതണം, എഫും എഴുതണം. ആദ്യം CA എഴുതുമോ ആദ്യം എഫ് എഴുതുമോ? നമുക്ക് റൂൾ അനുസരിച്ചിട്ട് കൂടുതൽ ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. ഇലക്ട്രോപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്. ഇവിടെ കാൽഷ്യമാണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാൽഷ്യമാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ CA ആദ്യം എഴുതി, ദെൻ എഫ് എഴുതി. ഇനി കാൽഷ്യത്തിനും ഫ്ലൂറിനും എത്ര വെച്ച് നമ്പർ കൊടുക്കണം എന്നുള്ളത് എങ്ങനെയാണ് നോക്കുന്നത്? കാൽഷ്യത്തിന് ഫ്ലൂറിൻ്റെ വാലൻസിയാണ് കാൽഷ്യത്തിന് കൊടുക്കേണ്ടത്. ഫ്ലൂറിൻ്റെ വാലൻസി 1 ആണ്. ആ 1 കാൽഷ്യത്തിന് കൊടുക്കണം. CA1. കാൽഷ്യത്തിന് കൊടുക്കേണ്ടത് ഫ്ലൂറിൻ്റെ വാലൻസി, ഫ്ലൂറിന് കൊടുക്കേണ്ടത് കാൽഷ്യത്തിൻ്റെ വാലൻസി. കാൽഷ്യത്തിൻ്റെ വാലൻസി എത്രയാണ്? 2. ഫ്ലൂറിനപ്പോൾ കൊടുക്കുന്ന നമ്പർ 2. അപ്പോൾ ഇത് ഇങ്ങനെ കംപ്ലീറ്റ്. ആദ്യം ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എഴുതി, രണ്ടാമത് അടുത്ത എലമെന്റും എഴുതി. ഇനി ഓരോന്നിന് എത്ര നമ്പർ കൊടുക്കണം? ഓരോന്നിന്റെ വാലൻസി നോക്കും. കാൽഷ്യത്തിന്റെ വാലൻസി 2 ആണ്. അപ്പോൾ അത് ഫ്ലൂറിന് കൊടുക്കണം. ഫ്ലൂറിന്റെ വാലൻസി എത്രയാണ്? 1 ആണ്. അത് കാൽഷ്യത്തിന് 1. അത് 1 എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ CaF2 എന്ന് അങ്ങനെ നമുക്ക് കാൽഷ്യം ഫ്ലൂറൈഡിന്റെ കെമിക്കൽ ഫോർമുല കിട്ടി. ഇനി സിമിലർ ആയിട്ട് നമുക്ക് അടുത്ത് പറഞ്ഞിരിക്കണം മെഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് അലുമിനിയം ക്ലോറൈഡ്. മെഗ്നീഷ്യം, അലുമിനിയം, ക്ലോറിൻ, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ്. മെഗ്നീഷ്യം ആറ്റമിക് നമ്പർ 20 ആണ്, 282 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അലുമിനിയം 13, 283. ക്ലോറിൻ 17 ആറ്റമിക് നമ്പർ, 287. നമ്മൾ ഒരു എലമെന്റ് എന്ന് പറയുമ്പോൾ ആറ്റമിക് നമ്പർ കിട്ടിയാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആദ്യം മനസ്സിൽ വരണം. ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറിഞ്ഞാലാണ് ഓരോ എലമെന്റിനും എത്ര ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ട്, എത്ര ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യോ റിസീവ് ചെയ്യോ അല്ലെങ്കിൽ ഷെയർ ചെയ്യോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ മെഗ്നീഷ്യത്തിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പം മെഗ്നീഷ്യവും ക്ലോറിനുമാണ്. മെഗ്നീഷ്യമാണ് ഡൊണേറ്റ് ചെയ്യുന്ന എലമെന്റ്. അപ്പം മെഗ്നീഷ്യമാണ് Mg ആണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ Cl, Mgയും Cl. ഇനി അതിന് എത്ര നമ്പർ വെച്ച് കൊടുക്കണം? മെഗ്നീഷ്യത്തിന്റെ വാലൻസി 2 ആണ്. ആ 2 കൊടുക്കേണ്ടത് ക്ലോറിന്. മെഗ്നീഷ്യത്തിന്റെ വാലൻസി കൊടുത്തു ക്ലോറിന് 2 കൊടുത്തു. ഇനി ക്ലോറിന്റെ വാലൻസി 1 ആണ്. അപ്പോൾ മെഗ്നീഷ്യത്തിന് 1. അങ്ങനെയാണ് MgCl2 കിട്ടിയത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് അലുമിനിയം ക്ലോറൈഡ്. അലുമിനിയം 283 ഇലക്ട്രോൺ അവിടെ ഡൊണേറ്റ് ചെയ്യുന്നത് ആരാണ്? അലുമിനിയം. അപ്പോൾ അലുമിനിയത്തിന്റെ Al ആണ് ആദ്യം വരേണ്ടത്. അലുമിനിയത്തിന്റെ വാലൻസി എത്രയാണ്? 3 ഇലക്ട്രോൺസ് ആണല്ലോ ഡൊണേറ്റ് ചെയ്യുന്നത്. വാലൻസി 3, അത് മാർക്ക് ചെയ്തു. ക്ലോറൈഡ് ആണ്. ക്ലോറിൻ തന്നെ വാലൻസി 1 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി കൂടുതൽ ഇലക്ട്രോപോസിറ്റീവ് ആയത് അലുമിനിയം ആദ്യം എഴുതി, പിന്നെ ക്ലോറിൻ എഴുതി. അലുമിനിയത്തിന് കൊടുക്കേണ്ടത് ക്ലോറിന്റെ വാലൻസി 1 ആണ്. അപ്പോൾ അലുമിനിയത്തിന് 1. ക്ലോറിന് വേണ്ടത് അലുമിനിയത്തിന്റെ വാലൻസി എത്രയാണ്? 3. അപ്പോൾ ക്ലോറിന് അലുമിനിയത്തിന്റെ വാലൻസി കൊടുത്തു. അങ്ങനെ AlCl3. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question. Some cations and anions are given in the table. Fill in the blanks. ഈ ടേബിളിൽ കാറ്റയോൺസും ആനയോൺസും ചില കോമ്പൗണ്ടിന്റെ പേരും തന്നിട്ടുണ്ട്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ കാഥോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന അയോൺസ്. കാഥോഡ് നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ്
കാത്തോഡിൻ്റെ അടുത്തേക്ക് വരുന്നത് പോസിറ്റീവ് അയോൺസ് ആയിരിക്കും. അപ്പോൾ ഈ ഭാഗത്തുള്ളത് കണ്ട എല്ലാം പോസിറ്റീവാണ്. ആനയോൺസ് പറഞ്ഞാൽ ആനോഡ് പോസിറ്റീവാണ്, അത് നെഗറ്റീവ് അയോൺസ് ആണ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് കോമ്പൗണ്ട് തന്നിരിക്കുന്ന MgCl2 ആണ്. Cl ആണ് മൈനസ് നെഗറ്റീവ്, Cl മൈനസ് ആണ് ആനയോൺ. ഇനി Mg ആണ് കാറ്റയോൺ. ഇനി Mgയുടെ ചാർജ് എത്രയാണെന്ന് എങ്ങനെ നോക്കാം? ഈ MgCl2 കോമ്പൗണ്ടിൽ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. ഈ കോമ്പൗണ്ടിൻ്റെ ചാർജ് 0 ആയിരിക്കണം. ഈ Clൻ്റെ -1 ആണ്. ഇവിടെ എത്ര Cl ഉണ്ട്? 2 Cl. അപ്പോൾ Clൻ്റെ ഭാഗത്തു നിന്ന് എത്ര വരും? -1 × 2, ദാറ്റ് ഈസ് -2 ആണ് ക്ലോറിൻ്റെ ഭാഗത്തു നിന്നും ഈ കോമ്പൗണ്ടിലുള്ള ചാർജ്. അതിനെ ബാലൻസ്, ഈ കോമ്പൗണ്ട് ഒരു ബാലൻസ്ഡ് ന്യൂട്രലൈസ്ഡ് ഫോമിൽ ആകണമെന്നുണ്ടെങ്കിൽ ഈ -2 ക്ലോറിൻ്റെ ഭാഗത്തു നിന്നുള്ളതിനെ Mgക്ക് +2 ഉണ്ടെങ്കിൽ മാത്രമാണ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ Mgയുടെ ചാർജ് എത്രയായിരിക്കണം? Mg2+. അതായത് Mg2+ എന്നാണ് ഈ റിയാക്ഷൻസിൽ ഏർപ്പെട്ടിരിക്കുന്ന Mgയുടെ ടോട്ടൽ ഫോം, Mg2+. അപ്പോൾ Mg2+ Cl- റിയാക്ട് ചെയ്ത് MgCl2 ഉണ്ടാകുമ്പോൾ Mgക്ക് 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാറ്റയോൺ Clന് 1 ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം Mg കൊടുക്കുന്ന 2 ഇലക്ട്രോണും എടുക്കാൻ 2 Cl വേണം. അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് സോഡിയം കാറ്റയോൺ Na+. അപ്പോൾ NaF ആണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ഫ്ലൂറിൻ ആയിരിക്കണം. Na ഒരു പ്ലസ് ആണ്. അപ്പോൾ ഫ്ലൂറിൻ്റെ എത്രയായിരിക്കണം? -1. ന്യൂട്രലൈസ് ആവണമല്ലോ. ഇത് പ്ലസ്, സോഡിയത്തിൻ്റെ ഭാഗത്തു നിന്ന് +1. അപ്പോൾ ഫ്ലൂറിൻ -1 ആയിരിക്കണം. അങ്ങനെ F-. ഇനി NH4 1+, SO4 2-. ഇത് ഗ്രൂപ്പ്സ് ആണ്. NH4 ഇവിടെ NH4ഉം SO4ഉം കൂടി കമ്പൈൻ ചെയ്തതായിരിക്കും കോമ്പൗണ്ട്. ഇനി ഓരോന്നിൻ്റെയും എത്ര നമ്പർ ഓഫ് ആറ്റംസ് എത്ര കൊടുക്കണം എന്ന് എങ്ങനെ നോക്കുന്നത്? NH4ൻ്റെ വാലൻസി എത്രയാണ്? 1. SO4ൻ്റെ വാലൻസി എത്രയാണ്? 2. അപ്പോൾ NH4ൻ്റെ വാലൻസി SO4ന് കൊടുക്കുക. NH4 1. അപ്പോൾ SO4ന് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, 1 തന്നെ. NH4ന് കൊടുക്കുന്നത് SO4ൻ്റെ വാലൻസി. SO4ൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ NH4 ബ്രാക്കറ്റ് ചെയ്തിട്ട് 2. ഇങ്ങനെയാണ് കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല ആകുന്നത്. ഇവിടെ K2CO3. CO3 ആണ് ഒരു ഗ്രൂപ്പ്. പൊട്ടാഷ്യത്തിൻ്റെ +1 ആണ്. ഇവിടെ 2 പൊട്ടാഷ്യം ഉണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ പൊട്ടാഷ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചാർജ് +2. അപ്പോൾ CO3ക്ക് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എത്ര വേണം? -2. അപ്പോൾ CO3 2-. ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് Mg എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ ആദ്യം വന്നിരിക്കുന്നത്. Mg2+ഉമായി Mg2+ ആകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? 2 ഇലക്ട്രോൺ Mgന്ന് ഡൊണേറ്റ് ചെയ്ത് പോകണം. Mg2+ + 2 ഇലക്ട്രോൺ. ഇനി Cl 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് എന്തായി? Cl- ആകും. എന്തൊക്കെ കമ്പൈൻ ചെയ്താലാണ് MgCl2 ആകുന്നത്? Mg2+ഉം Cl- വേണം. ഒരു Cl- മതിയാകോ? ഒരു Mgയുടെ ചാർജ് 2+ ആണ്. ഒരു Clന് ഒരു മൈനസേ ഉള്ളൂ, -1 ഉള്ളൂ. അപ്പോൾ ബാലൻസ് MgCl2 ബാലൻസ് ആകണമെന്നുണ്ടെങ്കിൽ -2 ആണെങ്കിൽ മാത്രമേ ഈ +2ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ക്ലോറിൻ വേണം. അതാണ് 2 Cl- ഫില്ല് ചെയ്യണം. ഐഡൻറ്റിഫൈ ദ കാറ്റയോൺ ആൻഡ് ആനയോൺ ഇൻ ദിസ് കോമ്പൗണ്ട്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ കാത്തോഡിൻ്റെ അടുത്തേക്ക് പോകുന്ന, കാത്തോഡ് നെഗറ്റീവ് ആണ്. അപ്പോൾ കാറ്റയോൺ പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള Mg2+. ആനയോൺ ആനോഡിലേക്ക് പോകുന്നത്, ആനോഡ് പോസിറ്റീവ് ആണ്. ആനോഡിലേക്ക് പോകുന്നത് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. ഇവിടുത്തെ നെഗറ്റീവ് അയോൺ Cl-. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ കെമിക്കൽ ബോണ്ട് ഇൻ MgCl2? MgCl2യിൽ ഇവിടെ അയോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കെമിക്കൽ ബോണ്ട് എന്ത് തരത്തിലുള്ളതായിരിക്കും? നേച്ചർ ഓഫ് കെമിക്കൽ ബോണ്ട് ഇൻ MgCl2 അയോണിക് ബോണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. ക്ലോറിൻ 17, ഓക്സിജൻ 8, നൈട്രജൻ 7, ഫ്ലൂറിൻ 9. എലമെൻസിൻ്റെ ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ F2 മോളിക്യൂളാണ്
ദാറ്റ് ഈസ് ഫ്ലൂറിൻ മോളിക്യൂൾ. ഇവിടെ നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? ഫ്ലൂറിൻ്റെ ആറ്റമിക് നമ്പർ 9 ആണെന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം 2 7. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഒക്ടക്റ്റിന് ഒരു ഇലക്ട്രോണും കൂടി വേണം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ആണ്, അത് ഷെയർ ചെയ്തിട്ട് മതി. ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കിട്ടിയാൽ 7 ഉള്ളതിൻ്റെ കൂടെ ഒരു ഷെയർ ചെയ്ത് ഒന്നും കൂടി കൂട്ടിയാൽ 8 ആയല്ലോ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ എത്ര വേണം? 1 മതി. ഇവിടെ 1 മതി. അപ്പോൾ ഫ്ലൂറിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി ഒരു സിംഗിൾ ബോണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത്തത് ക്ലോറിൻ നോക്കൂ. 287 17 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. 17 ആണ് ആറ്റമിക് നമ്പർ. 287 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റിൽ 7 ഉണ്ട്. ഒരു ഇലക്ട്രോണും കൂടിയാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലോറിനും ഈ ഫ്ലൂറിനെ മാതിരി തന്നെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്താൽ കിട്ടിയാൽ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് സ്റ്റേജ് ആകും. 1 പെയർ ഒരു സിംഗിൾ കോവലന്റ് ബോണ്ടാണ് അവിടെ ഉണ്ടാകുക. ഇനി ഓക്സിജൻ്റെ കേസിൽ നോക്കൂ. ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ 8 ആണ്. ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ 826 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അതായത് 2 ഇലക്ട്രോൺ വന്നാൽ മാത്രമാണ് ഓക്സിജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള 6ൻ്റെ കൂടെ ആ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു ഇലക്ട്രോണും കൂടി ആകുമ്പോൾ 7 ആകുള്ളൂ. അപ്പോൾ 8 ആവില്ല. അപ്പോൾ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്താലോ 6 + 2 ഷെയർ ചെയ്ത ഇലക്ട്രോൺ 6 + 2 ആകുമ്പോൾ 8 ആക്കാൻ പറ്റും. അപ്പോൾ ഓക്സിജൻ്റെ കേസിൽ 2 പെയർസാണ് ഈ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്സിജന് ഡബിൾ ബോണ്ട്. സിമിലർലി നൈട്രജൻ്റെ കേസിൽ നൈട്രജൻ്റെ ആറ്റമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 5. 2 നൈട്രജൻ തമ്മിലുള്ള കമ്പൈൻ ചെയ്തിട്ട് ഇതിന് 3 മോർ ഇലക്ട്രോൺസ് കൂടി വന്നാലാണ് നൈട്രജൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5ൻ്റെ കൂടെ 3 ഷെയർ ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് 8 ആകുള്ളൂ. അപ്പോൾ 3 പെയർസ് വേണം. ട്രിപ്പിൾ ബോണ്ടാണ് നൈട്രജൻ്റെ കേസിൽ സംഭവിക്കുന്നത്. Subscribe to this channel for more videos like this. Question 9. Complete the following table. Symbols are not real. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. PQRS എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. റിയൽ അല്ല. PQRS അതിൻ്റെ ആറ്റമിക് നമ്പറും തന്നിട്ടുണ്ട്. ടേബിൾ ഫില്ല് ചെയ്യാം. പിയുടെ ആറ്റമിക് നമ്പർ 12 ആണ്. 2n² റൂൾ അനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് നോക്കൂ. 2 8 2 ആണ് ഈ 12 ഇലക്ട്രോൺസിൻ്റെ വെച്ചിട്ടുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ക്യൂവിന് ആറ്റമിക് നമ്പർ തന്നിട്ടില്ല. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത്. അതായത് ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 7. 2 + 7 9 ഇലക്ട്രോൺ ഉണ്ട്. 9 ഇലക്ട്രോൺ ഉണ്ടെന്ന് അറിയാൽ 9 പ്രോട്ടോൺ ഉണ്ട്. അതായിരിക്കും അതിൻ്റെ ആറ്റമിക് നമ്പർ. അപ്പോൾ ഇത് 9. 6ൻ്റെയോ 10 ആണ് ആറ്റമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8. എസിൻ്റെ 17 ആറ്റമിക് നമ്പർ 2 8 7. 2n² റൂൾ അനുസരിച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. അങ്ങനെ തന്നിരിക്കുന്ന എലമെൻറ്റ്സിൻ്റെ എല്ലാം ആറ്റമിക് നമ്പറും ഇലക്ട്രോൺ കോൺഫിഗറേഷനും ഫില്ല് ചെയ്തു. കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് എമംഗ് ദീസ് ഇറ്റ്സ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെൻറ്റ്. ഇതിനകത്ത് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? ഒരു എലമെൻറ്റ് അത് സ്റ്റേബിൾ ആകുന്നത് ഒക്ടറ്റ് കംപ്ലീറ്റ് സ്റ്റേജിലാണ്. അപ്പോൾ ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് സ്റ്റേജിലുള്ള ആകെ ഒരെണ്ണേ ഉള്ളൂ, 6. 6 ഇസ് എ മോസ്റ്റ് സ്റ്റേബിൾ എലമെൻറ്റ്. കാരണം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എലമെൻറ്റ് ഡൊണേറ്റ് ഇലക്ട്രോൺ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. ഈ തന്നിരിക്കുന്ന PQRSൽ ഏത് എലമെൻ്റാണ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും കുറവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന വിധത്തിലാണെങ്കിലാണ് ഡൊണേറ്റ് ചെയ്തിട്ട് അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുക. P ആണ് ഈ കേസിൽ ഏറ്റവും കുറവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് 2 ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ഇതിന് 6 റിസീവ് ചെയ്ത് ഒക്ടറ്റിന് നോക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ 2 ഡൊണേറ്റ് ചെയ്ത്. അപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും കുറവുള്ള ഇലക്ട്രോൺസ് വരുന്നത്. ഈ QRSലൊക്കെ 7ഉം 8ഉം ഒക്കെ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഈ 7 ഡൊണേറ്റ് ചെയ്യാൻ നിൽക്കില്ല. ഒരു മിനിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിസീവ് ചെയ്ത് ഒക്ടറ്റ് ആകാനാണ് ഈ QRS ഒക്കെ നോക്കുള്ളൂ. അങ്ങനെ ഈസി ടു ഡൊണേറ്റ് 2 ഇലക്ട്രോൺ PK. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ദ
എലമെൻറ്റ്സ് പി ആൻഡ് എസ് കമ്പൈൻഡ്. പിയും എസ്സും കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ ഫോമുല എഴുതാനാണ് പറഞ്ഞിരുന്നത്. കെമിക്കൽ ഫോമുല ഓഫ് പിയും എസ്സും കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടേ? പിയും വേണം എസ്സും വേണം, അതിൻ്റെ എലമെൻറ്റ് നെയിം. പി ആണോ എസ് ആണോ ആദ്യം എഴുതുന്നതെന്ന് തീരുമാനിക്കുന്നത് പിയും എസ്സും റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത് ആരാണ്? പി ആണ്. കാരണം പി ആണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോ പോസിറ്റീവ്. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന പി ആണ് നമ്മൾ ആദ്യം എഴുതി. പിന്നെ രണ്ടാമത്തത് എസ് എഴുതി. ഇനി ഓരോന്നിനും എത്ര നമ്പർ കൊടുക്കണം? ഓരോന്നിൻ്റെ വാലൻസി നോക്കിയിട്ട്. പിക്ക് കൊടുക്കേണ്ടത് എസിൻ്റെ വാലൻസിയാണ്. എസിൻ്റെ വാലൻസി എത്രയാണ്? ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തു എസ്. അങ്ങനെയാണ് ഇലക്ട്രോൺ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസിൻ്റെ വാലൻസി എത്രയാണ്? 1. എസിൻ്റെ വാലൻസി കൊടുക്കേണ്ടത് ആർക്കാണ്? പിക്ക്. പിക്ക് അത് 1 കൊടുത്തു. ഇനി എസിന് കൊടുക്കേണ്ടത് പിയുടെ വാലൻസി. പിയുടെ വാലൻസി എത്രയാണ്? 2. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഈ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ പിയുടെ വാലൻസി 2. അപ്പോൾ പിയുടെ വാലൻസി 2 കൊടുക്കേണ്ടത് എസിന്. അങ്ങനെ പി ആദ്യം എഴുതി, എസ് രണ്ടാമത് എഴുതി. ഇലക്ട്രോ പോസിറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ടിൻ്റെ വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്ത് കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല PS2. ഇനി നെക്സ്റ്റ് ഒരു ആറ്റം മോഡൽ തന്നിട്ടുണ്ട്. സോഡിയം ഫ്ലൂറിനുമാണ് തന്നിരിക്കുന്നത്. ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ഫ്ലൂറൈഡ്. സോഡിയം ഫ്ലൂറൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം സോഡിയത്തിൻ്റെ എഴുതൂ. സോഡിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 11 ആണ്, 281 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഫ്ലൂറിൻ 9, ആറ്റമിക് നമ്പർ 27 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഏത് ഡീറ്റെയിൽസ് എഴുതാൻ പറഞ്ഞാലും ഇൻക്ലൂഡഡ് എലമെൻസിൻ്റെ ആറ്റമിക് നമ്പറും ഇലക്ട്രോൺ കോൺഫിഗറേഷനും ആദ്യം തന്നെ എഴുതിയാലും നമുക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ സോഡിയത്തിൻ്റെ ഫ്ലൂറിൻ്റെയും എഴുതി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോഡിയം ഫ്ലൂറൈഡിൻ്റെ, സോഡിയം ഫ്ലൂറൈഡിനും കമ്പൈൻ ചെയ്ത സോഡിയം ഫ്ലൂറൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. സോഡിയത്തിൻ്റെ Na ആറ്റം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 1 ഇലക്ട്രോൺ, Na കഴിഞ്ഞിട്ട് ഒരു ഡോട്ടഡ് റെപ്രസെൻ്റ് ചെയ്ത്. ഇനി ഫ്ലൂറിൻ 27 ആണ്. അപ്പോൾ എഫിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഇത് വരച്ചു. സോഡിയവും ഫ്ലൂറിന് വരച്ചു. റിയാക്ഷൻ നടക്കുമ്പോൾ സോഡിയത്തിൻ്റെ ഉള്ള ഈ ഒരു ഇലക്ട്രോൺ ഫ്ലൂറിന് കൊടുക്കുക. അത് മാത്രമേ സിമ്പിളായിട്ട് നടക്കുന്നുള്ളൂ. ദെൻ ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ സോഡിയം Na+ ആകും, ഫ്ലൂറിൻ F- ആകും. ഇതാണ് NaF-ൽ നടക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫേഴ്സ്. സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത്, ഫ്ലൂറിൻ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത്. അങ്ങനെ രണ്ടുപേർക്കും ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്തു. സോഡിയം Na+ ആയി, F- ആയി. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാർട്ടിക്കിളായ Na+ഉം F- തമ്മിലുള്ള ആ അട്രാക്ഷനാണ് ഈ അയോണിക് ബോണ്ട്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ കെമിക്കൽ ബോണ്ട്. ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ടാണ് ഈ ബോണ്ട് നടന്നിരിക്കുന്നത്. അതായത് സോഡിയത്തിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ഫ്ലൂറിനിലേക്ക് മാറി. അപ്പോൾ അത്തരം ബോണ്ടിനെ നമ്മൾ എന്താ പറയുക? അയോണിക് ബോണ്ട്. അപ്പോൾ NaF-ലുള്ള ബോണ്ട് അയോണിക് ബോണ്ടാണ്. സോഡിയം ഡൊണേറ്റ് 1 ഇലക്ട്രോൺ ഫോം Na+, ഫ്ലൂറിൻ ആക്സെപ്റ്റ് 1 ഇലക്ട്രോൺ ഗീവ്സ് F-. ഓപ്പോസിറ്റ്ലി ചാർജ് പാർട്ടിക്കിൾ Na+ ആൻഡ് F- ഫോംസ് ദിസ് അയോണിക് ബോണ്ട്. NaF ഒരു കോമ്പൗണ്ടായി, അയോണിക് കോമ്പൗണ്ട് ഉണ്ടായി. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോമ്പൗണ്ട് ഹാവിംഗ് ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട്. ഏത് ടൈപ്പ് ഓഫ് ബോണ്ട്? NaF-ലുള്ള അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അയോണിക് ബോണ്ട് ആകുമ്പോൾ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക അയോണിക് കോമ്പൗണ്ട്സിൽ. കാരണം ഈ അയോണിക് കോമ്പൗണ്ട്സിൽ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്. 2 ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് തമ്മിലുള്ള സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് ഈ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് അയോണിക് കോമ്പൗണ്ട് ജനറലി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും.
മോൾട്ടൺ സ്റ്റേറ്റിലും വെള്ളത്തിലുള്ള സ്റ്റേറ്റിലും. ഇനി അതിൻ്റെ കാരണം അയോൺസ്, ഈ അയോണിക് കോമ്പൗണ്ട്സിൽ അയോൺസ് ആണല്ലോ ഉള്ളത്. അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, അതിന് ചാർജ് ഉള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനും പറ്റും. അത് 2 ക്യാരക്ടറിസ്റ്റിക്സ്. ക്വസ്റ്റ്യൻ: ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് പി ക്യു ആർ തന്നിട്ടുണ്ട്. P286, Q281, R288. എലമെൻസിൻ്റെ സിമ്പിൾ തന്നിരിക്കുന്നത് റിയൽ സിമ്പിൾ അല്ല, റാൻഡം ആയിട്ടുള്ള ഒരു നമ്പർ PQR. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏത് എലമെൻ്റാണ് മോസ്റ്റ് സ്റ്റേബിൾ? ഈ തന്നിരിക്കുന്ന PQRൽ മോസ്റ്റ് സ്റ്റേബിൾ ഉള്ളത് എലമെൻ്റ് ഏതാണ്? R. കാരണം R ആണ് ഒക്ടറ്റ് കംപ്ലീറ്റ് സ്റ്റേജിൽ ഉള്ളത്. കാരണം അത് ബാക്കി എല്ലാത്തിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, അപ്പോൾ അത് റിയാക്ഷൻസിൽ ഏർപ്പെടുന്ന ടെൻഡൻസിയാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് എ ആറ്റമിക് നമ്പർ ഓഫ് ക്യൂവിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281. അതായത് ഇതിനകത്ത് ടോട്ടൽ ഇത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നർത്ഥം. 2 + 8 + 1 ദാറ്റ് ഈസ് 11. 11 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ 11 പ്രോട്ടോൺസും ഉണ്ട്. അപ്പോൾ ആറ്റമിക് നമ്പർ എത്രയാണ്? 11. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഡ്രോ ദ ആറ്റം മോഡൽ ഓഫ് എലമെൻറ്റ് ക്യൂ. ഈ ക്യൂവിൻ്റെ ആറ്റം മോഡൽ എഴുതുക. ആറ്റം മോഡൽ എഴുതാനായിട്ട് ന്യൂക്ലിയസ് മാർക്ക് ചെയ്യുക, പിന്നെ ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ 1 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്യുക. 2, 8, 1. ഇതാണ് ആറ്റം മോഡൽ. നെക്സ്റ്റ് കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് എലമെൻറ്റ്സ് P ആൻഡ് Q? പിയുടെയും ക്യൂവിൻ്റെയും വാലൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. പിയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 286 ആണ്. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പി 2 ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ടാണ് ഒക്ടറ്റ് സ്റ്റേജിലേക്ക് ആവുന്നത്. അപ്പോൾ പിയുടെ ഭാഗത്തു നിന്ന് 2 ഇലക്ട്രോൺ റിസീവ് ചെയ്തു എന്ന് പറയുമ്പോൾ പിയുടെ വാലൻസി 2. ഇനി ക്യൂ 281 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ക്യൂ റിയാക്ഷൻസിൽ ഏർപ്പെടുന്നത്. 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ക്യൂവിൻ്റെ വാലൻസി 1. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോം ഫ്രം പി ആൻഡ് ക്യൂ. പിയും ക്യൂവും കമ്പൈൻ ചെയ്തിട്ടുള്ള ഉണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. എഴുതാൻ നേരത്ത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. പിയും ക്യൂവും കമ്പൈൻ ചെയ്യും. പി കമ്പൈൻ ചെയ്യുമ്പോൾ പിയുടെ വാലൻസി 2 ഇലക്ട്രോൺസ് റിസീവ് ചെയ്യാൻ, അതായത് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് പി. ക്യൂ 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് പിയിലും ക്യൂവിലും നോക്കുമ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ക്യൂ ആണ്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമിൽ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് ക്യൂ ആണ്, പിന്നെ പി എഴുതണം. ഇനി പിക്കും ക്യൂക്കും എത്ര നമ്പർ ഓഫ് ആറ്റംസ് കൊടുക്കുന്നു എന്ന് നോക്കാൻ അതിൻ്റെ വാലൻസി നോക്കും. ആദ്യം ക്യൂവിൻ്റെയും പിയുടെയും എഴുതിയിട്ട് വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്യാണ് സ്റ്റെപ്സ്. ഫോർ എക്സാമ്പിൾ കാൽഷ്യം നോക്കൂ. കാൽഷ്യം ഫ്ലൂറൈഡ്, കാൽഷ്യത്തിൻ്റെ വാലൻസി 2 ആണെന്ന് നമുക്കറിയാം. ഫ്ലൂറിൻ്റെ വാലൻസി 1 ആണ്. കാൽഷ്യവും ഫ്ലൂറിനും കമ്പൈൻ ചെയ്ത് കാൽഷ്യം ഫ്ലൂറൈഡ് ആയിട്ടുണ്ടെങ്കിൽ കാൽഷ്യം ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത് കാരണം, കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയത് കാരണം കാൽഷ്യം ആദ്യം എഴുതി, പിന്നെ F എഴുതി. കാൽഷ്യത്തിന് കൊടുക്കേണ്ടത് ഫ്ലൂറിൻ്റെ വാലൻസി 1 ആണ്. അതാണ് കാൽഷ്യത്തുമ്മ കൊടുക്കേണ്ടത്, ഫ്ലൂറിൻ്റെ വാലൻസി 1. ഇനി ഫ്ലൂറിന് കൊടുക്കേണ്ടത് കാൽഷ്യത്തിൻ്റെ വാലൻസി എത്രയാണ്? 2. അപ്പോൾ ഫ്ലൂറിന് കാൽഷ്യത്തിൻ്റെ വാലൻസി. അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുലയിലേക്ക് എത്തുന്നത്. അപ്പോൾ പിയിലും ക്യൂവിലും വാലൻസി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത് ക്യൂ ആണ്, ബിക്കോസ് ക്യൂ ആണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ആണ് ആദ്യം വരേണ്ടത്. ക്യൂ പി ഓർഡറിലാണ് എലമെൻസിൻ്റെ എഴുതേണ്ടത്. പിന്നെ വാലൻസി നോക്കൂ. പിയുടെ വാലൻസി 2 ആണ്. 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒക്ടേറ്റ് സ്റ്റേജിലാകുമ്പോൾ പിയുടെ വാലൻസി 2 ആണ്. വാലൻസി ഓഫ് ക്യൂ 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ വാലൻസി 1 ആണ്. ഇനി നമുക്കറിയാം മോർ ഇലക്ട്രോ പോസിറ്റീവ് ക്യൂ ആണ്. അപ്പോൾ ക്യൂ ആദ്യം കൊടുത്തു, ദെൻ പി കൊടുത്തു. ഇനി നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ക്യൂവിന് കൊടുക്കേണ്ടത് പിയുടെ വാലൻസി 2 ആണ്. അതാണ് ഇവിടെ ക്യൂ കൊടുത്തിട്ടിരിക്കുന്നത്. ഇനി പിക്ക് കൊടുക്കേണ്ടത് ക്യൂവിൻ്റെ വാലൻസി എത്രയാണ്? 1. പിക്ക് കൊടുത്തത് 1. അങ്ങനെയാണ് നമുക്ക് കെമിക്കൽ ഫോർമുല Q2Pയിലേക്ക് എത്താൻ പറ്റിയത്. ഇവിടെ നമ്മൾ പിയുടെയും ക്യൂവിൻ്റെയും വാലൻസീസ് ഇൻ്റർചേഞ്ച് ചെയ്തു.
അത് എന്തുകൊണ്ടാണ് ആ ഇൻ്റർചേഞ്ച് ചെയ്ത് കോമ്പൗണ്ടിലേക്ക് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എലമെൻറ്റ് ക്യൂ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത്, അതായത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് +1 ചാർജിലേക്കാണ് അയോൺ ഫോം ചെയ്യുന്നത്. പി ആണെങ്കിലോ 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് -2 ഫോമിലേക്കുള്ള അയണാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ക്യൂവിൻ്റെ ചാർജ് +1 ആണെങ്കിൽ ഒരു പിയുടെ ചാർജ് -2 ആണ്. കോമ്പൗണ്ട് PQ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രലൈസ്ഡ് ചാർജ് ആയിരിക്കണം. അപ്പോൾ -2നെ ബാലൻസ് ചെയ്യാൻ ഒരു ക്യൂ മതിയാവില്ലല്ലോ. അപ്പോൾ 2 ക്യൂ വേണം. അതുകൊണ്ടാണ് Q2P എന്ന് ഈ കോമ്പൗണ്ടിലേക്ക് കെമിക്കൽ നെയിം Q2P ആയത്. ക്വസ്റ്റ്യൻ: A, B, C and D are 4 elements. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. എലമെൻറ്റും ആറ്റമിക് നമ്പറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന പെയർ ഓഫ് എലമെൻസിൻ്റെ ആ കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന ആ കോമ്പൗണ്ടിൻ്റെ ടൈപ്പ് ഓഫ് ബോണ്ട് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ഓരോ എലമെൻറ്റിൻ്റെ തന്നിട്ടുണ്ട്. ഏതെങ്കിലും 2 എലമെൻറ്റ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ആ കോമ്പൗണ്ടിലെ ബോണ്ട് ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പെയർ C and B. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണക്കാക്കേണ്ടത് തന്നിരിക്കുന്ന എലമെൻസിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസിൻ്റെ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് 1.7നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ബോണ്ട് അയോണിക് ബോണ്ടായിരിക്കും. അത് അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ എലമെൻസിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ 1.7നേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് കോവലൻറ്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും. കോവലൻറ്റ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. കോവലൻറ്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ C and B, സിയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 1.31 ആണ്. ബിയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 3.44. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 3.44 - 1.31 2.13 ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസിലുള്ള ഡിഫറൻസ്. അത് ഗ്രേറ്റർ ദാൻ 1.7 ആണല്ലോ. അപ്പോൾ ഈ കോമ്പൗണ്ട് സിയും ബിയും തമ്മിലുള്ള ആ കോമ്പൗണ്ട് അയോണിക് ബോണ്ടാണ് ഉണ്ടാകുന്നത്. അയോണിക് കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്ന പെയർ C and D. സിയും ഡിയും തമ്മിലാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. കാൽക്കുലേറ്റ് ചെയ്യൂ. സിയും ഡിയും തമ്മിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ഡിഫറൻസ് 3.16 - 1.31 1.85. അതും 1.7നേക്കാളും കൂടുതലാണ്. അപ്പോൾ സിയും ഡിയും തമ്മിലുള്ള ബോണ്ടും അയോണിക് ബോണ്ട് തന്നെയായിരിക്കും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പെയർ എത്രയാണ്? A and B ആണ്. എയും ബിയും തമ്മിലുള്ള കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ഡിഫറൻസ്? 3.44 - 2.55. അത് 0.89 ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസിൻ്റെ ഡിഫറൻസ്. അത് 1.7നേക്കാളും താഴെ ആണ്. അപ്പോൾ A and B കമ്പൈൻ ചെയ്തിട്ടിരിക്കുന്ന കോമ്പൗണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂവിൻ്റെ ഡിഫറൻസ് 1.7 താഴെയായത് കാരണം ഏത് ബോണ്ടാണ്? കോവലന്റ്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.